വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണിയായിട്ടുണ്ട്. നമ്മളിന്ന് 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്റ്റ് റോസ്മലയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം രാവിലെ പോകുമ്പോഴത്തേക്ക് കാണാൻ അത്യാവശ്യം അടിപൊളിയായിരിക്കും. പിന്നെ വേറെ എവിടെയും ആ വഴിക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് എന്നിട്ട് കണ്ടിട്ടൊക്കെ പോകാം. അപ്പം ഇന്നത്തെ എന്ന് പറയുന്നൊരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ തെമ്മല ഡാമിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡാമിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഹെൽമെറ്റ് ഒന്നും ഊരുന്നില്ല, ഊരി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചിടേണ്ടി വരും. നമ്മളിപ്പോൾ പോവാം, ജസ്റ്റ് ഇവിടെ നിർത്തിയത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് കാണുന്നത് നമ്മുടെ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അവിടെ കാണുന്ന അവിടെ കാണുന്നില്ല, അത് നമ്മുടെ തെമ്മല ഡാമാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റ് നൈസൊരു വ്യൂ ഉണ്ട്. അപ്പം പക്ഷേ ഈ ഗോപ്രോയിൽ അത്ര കൂടെ കറക്റ്റായിട്ട് കാണുന്നില്ല. അതായത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഡാമും ആ മേളിലുള്ള ആകാശമൊക്കെ നൈസായിട്ടുണ്ട്. അപ്പം നല്ലൊരു വ്യൂ. പിന്നെ താഴെ ആൾക്കാരെ കുടിക്കുന്നുണ്ട് വെള്ളത്തിൽ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് പോവാം, നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 744, എന്നിട്ട് 744 പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ റെയിൽവേ പാളത്തിൻ്റെ പണി കിടക്കുന്നത്. അപ്പുറം സൈഡിലോ കാഴ്ച ഉണ്ടല്ലോ, എൻ്റെ പൊന്നു കിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര. ഇതിനകത്ത് എത്രമാത്രം കാണാൻ പറ്റുന്ന അറിയില്ല, ഗോപ്രോ ആയതുകൊണ്ട്. പക്ഷെ കിടിലായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര മലയാണ്, അതിനകത്ത് മൊത്തം കല്ലും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് പറയുന്നത്. പിന്നെ പോകുന്ന വഴിയായാലും അടിപൊളി, രണ്ട് സൈഡിലും പാറയും. പിന്നെ റോഡെന്ന് പറയുന്നത് അടിപൊളി റോഡാണ്, നല്ല പണി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് 13 കണ്ടറ പാലം എന്ന് പറയുന്നത്. ഇതിന് ഒട്ടനവധി പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നൊരു പാലം. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട ആ ഒരു റെയിൽപാത പോകുന്നത്. പിന്നെ അതുമാത്രമല്ലാതെ ഇത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച പാലമായിരുന്നു. പിന്നീട് 2010 ആയപ്പോഴത്തേക്ക് ഈ ഒരു പാത അടയ്ക്കുകയും പിന്നെ 2018 ആയപ്പോഴത്തേക്ക് ഇത് നവീകരിച്ച് പുതിയതായി പിന്നെയും തുറക്കുകയാണ് ഉണ്ടായത്. ഇപ്പം നമ്മളതുവഴി പോകുമ്പോൾ കാണുന്ന ഈ ഒരു പാലം പണ്ട് നിർമ്മിച്ചിരുന്ന ആ ഒരു പാലത്തിൽ നിന്ന് കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പം നമ്മളതുവഴി പോകുമ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ഒരു സൂര്യൻ്റെ വെട്ടമൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കാഴ്ചയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ധാരാളം മരങ്ങളും പിന്നെ ചെറിയ രീതിയിലുള്ള ആറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ആര്യങ്കാവ്, തെമ്മല, കുളത്തോപ്പുഴ അങ്ങനെയുള്ള ഈ ഒരു റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. നമ്മൾ പോകുന്നത് പൂർണ്ണമായും പല സ്ഥലങ്ങളും വനത്തിലൂടെയാണ് നമ്മുടെ ഒരു യാത്രയെന്ന് പറയുന്നത്. അത് നല്ല അടിപൊളി ഒരു യാത്രയാണ്. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള ഏരിയകൾ, അതായത് ഈ ഒരു പാലരുവി, റോസ്മല അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഈ ഒരു ജേർണി ആയിരിക്കും. അതിമനോഹരമായിട്ടുള്ള ആ യാത്ര നമ്മൾ പോകുന്ന വഴി കാണുന്നതൊക്കെ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും. അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോകാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ഈ റോസ്മലയുടെ ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം, അതേപോലെ അമ്പനാട് ഹിൽസ് എന്നൊക്കെ പറയുന്നത്. അത് ഈ ഒരു ഡെസ്റ്റിനേഷൻ എല്ലാ ഏരിയയിലോട്ട് നമുക്ക് എത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. നിങ്ങൾക്ക് റൂട്ടൊക്കെ ഗൂഗിൾ മാപ്പിൽ നോക്കി തന്നെ കാണാൻ പറ്റും. ഗൂഗിൾ മാപ്പിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെയിൻ റോഡിൽ നിന്നുണ്ടല്ലോ, മെയിൻ റോഡിനകത്തോട്ട് ജസ്റ്റ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റോസ്മലയിൽ പോകുന്ന റോഡ്. ഇനിയിപ്പം വലിയ ടാപ്പ് റോഡൊന്നും അല്ല, എന്നാലും കുറച്ച് ഓഫ് റോഡും അല്ലാത്ത ഏത് വണ്ടിക്കും പോകാൻ പറ്റും, അങ്ങനെ ഒരു റോഡാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. കിടിലം വെള്ളം കേട്ടോ, കിടിലം വെള്ളവും കിടിലം തണുപ്പും. ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. 2 മീനെ ഞാൻ നോക്കട്ടെ, 2 മീനുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ റോസ്മലയിലോട്ട് പോകുന്ന വഴി ഉള്ള ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടെ നിർത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടൊക്കെ നിന്നു.
പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റ് കുളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. ഇതിലൊരു നൈസൊരു സ്ഥലമാണെന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് മേലോട്ട് കയറിപ്പോ. ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ തോന്നുന്നു. അവിടെ നമ്മുടെ നമ്പരും അങ്ങനെയുള്ള ഡീറ്റെയിൽ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, നമ്മുടെ വണ്ടിയുടെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതി. ഇപ്പം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ അവിടെ വരെ നല്ല റോഡായിരുന്നു, നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ട റോഡായിരുന്നു. അപ്പം ഇങ്ങോട്ട് കുറച്ച് ദൂരം കുറച്ച് ഓഫ് റോഡൊക്കെ പോലുള്ളൊരു റോഡാണ്. കുഴപ്പമില്ല, എല്ലാ വണ്ടികളും പോകും, ഓട്ടോയും ചെറിയ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഫുള്ള് കാട്ടിലൂടെ പോകണ്ടേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നവർക്കൊക്കെ. അപ്പം നിങ്ങൾ വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് വരണം, കാരണം അവിടെ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഈ വണ്ടികൾ അടി തട്ടിയതിൻ്റെ പാടുകൾ ഒരുപാട് കണ്ടു. അപ്പോൾ കാറൊക്കെ ആയിട്ട് വരുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലത്ത് ചെറിയ ബമ്പ് പോലെയൊക്കെ പണിയല്ലാതെ നാച്ചുറലായിട്ട് തന്നെ വന്നതെന്ന് തോന്നുന്നു, അങ്ങനെ റോഡിലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മാത്രം മതി. ഈ ഒരു സ്ഥലം, ഈ റോസ്മല എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്ന ലാൻഡ് ഓഫ് റോസ് പെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ട ഈ ഒരു ഫ്ലവറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, കാരണം ഈ ഒരു ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ ഫുള്ള് ഈ ടൈപ്പ് കണ്ടില്ലേ, ഈ ടൈപ്പ് ഫ്ലവർ ഇങ്ങനെ മൊത്തം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ എല്ലാം കളറായിട്ട് കിടക്കുന്നത്, ഇതെല്ലാം ഈ ഫ്ലവർ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് അങ്ങനെ റോസ്മല എന്ന് വിളിക്കാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കയറി പോകുന്ന ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും ഇതുപോലുള്ളൊരു പൂ ഇങ്ങനെ നിറയും കിടക്കുന്നത്. നമ്മൾ ഇത്രയും ദൂരം വന്നതെന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിനകത്തൂടെ വന്നിരിക്കുന്നത്, അതായത് ഒരു കാട് പോലുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറിയിട്ട് ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഒരു കുറേ വീടുകളും കുറേ ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ ഈ റോഡൊക്കെ ഒരുപാട് പേര് ഒരു ഇതുമായിട്ട് പറയുന്നുണ്ട്, പണ്ടുള്ള പോലെ ആയിരുന്നെങ്കിൽ വരാൻ ഒരു ത്രില്ലായിരുന്നെന്നും ഓഫ് റോഡായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അയ്യോ കണ്ടില്ലേ, അങ്ങനെ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിത് അത്യാവശ്യം റോഡ് പണിഞ്ഞേക്കാൻ അവർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട്, ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ 2 പേർക്കായപ്പോഴത്തേക്ക് 80 രൂപ. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറി പോകാം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന് മേലോട്ട് കയറി പോകാൻ വേണ്ടിയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റൂ, ഇവിടെ എഴുതിയേക്കുന്നത് ഇച്ചിരി അടുത്ത് അടിച്ചില്ല. ഇവിടെ എഴുതിയേക്കുന്ന പരപ്പാർ വ്യൂ റോസ്മല എന്ന് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ വ്യൂ ടവർ എന്ന് പറയുന്നത്. ഈ ടവറിൻ്റെ മേളിൽ നിന്നിട്ടാണ് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. നമുക്ക് അവിടെ പോയി നിന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ റോസ്മലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ വ്യൂ ടവർ എന്ന് പറയുന്നത്.
ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ സൂര്യപ്രകാശം വന്ന് വീഴുകയും അതുപോലെ തന്നെ ഇങ്ങോട്ട് ആ ഒരു സൂര്യൻ്റെ വെട്ടം വരാതെ ഇരുണ്ട് കിടക്കുകയും ചെയ്യും. അതായത് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഫീല് പക്കയായിട്ട് നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണെന്ന് പറയുന്നത്. പിന്നെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ തണുപ്പുണ്ട്, രാവിലത്തെ വെയിലിൻ്റെ ചെറിയൊരു ചൂടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം മഞ്ഞൊക്കെ മാറി നല്ല കോടയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് ആ മലയുടെയൊക്കെ പകുതി വരെ അവിടെ കാണാൻ പറ്റും. അങ്ങോട്ട് ഫുള്ള് കോട വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോടയൊക്കെ മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ വ്യൂ നല്ല മനോഹരമായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ താഴേന്ന് പറയുന്ന ഒരു ഐലൻഡ് പോലെ നമ്മുടെ ആ ഒരു ഇതിനകത്ത്, അതായത് എനിക്ക് തെമ്മല ഡാമിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്തായിട്ട് ഇങ്ങനെ ദ്വീപ് പോലെ ഒരുപാട് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഒരുപാട് മരങ്ങളും എല്ലാം വളർന്ന് നിൽപ്പുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. പിന്നെ ഒരുപാട് ടൈപ്പ് മരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ധാരാളം പക്ഷികളും അങ്ങനെയുള്ള അതിൻ്റെ ശബ്ദങ്ങളും എല്ലാം കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തോ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ വഴിയൊക്കെ വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ ഉറപ്പായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് റോസ്മല വരുന്ന കൂട്ടത്തിൽ തന്നെ പാലരുവി പോകാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ രാജത്തോട്ടം വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും ഈ ഒരൊറ്റ ഇതിൽ തന്നെ. അപ്പോൾ നമ്മൾ റോസ്മല എല്ലാം കണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇനി നമ്മളിവിടുന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പാലരുവിയിലോട്ട് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ പാലരുവിയുടെയും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ ഞെക്കുക, അത് ഇതെല്ലാം ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഖിൽ, ബൈ.